കേരള അഗ്നിസുരക്ഷാ വകുപ്പിന്റെ വനിതാ സ്കൂബ ഡൈവിംഗ് ടീം പ്രവർത്തന സജ്ജമായതോടെ രാജ്യത്തിന് തന്നെ മറ്റൊരു മാതൃക കേരളം മുന്നോട്ട് വച്ചിരിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കേരള അഗ്നിസുരക്ഷാ വകുപ്പിന്റെ കീഴിൽ പരിശീലനം പൂർത്തിയാക്കിയ വനിതാ സ്കൂബ ഡൈവിംഗ് ടീം ഗാനറ്റ്സിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. രാജ്യത്ത് തന്നെ ആദ്യമായുള്ള വനിതകളുടെ നേതൃത്വത്തിലുള്ള സ്കൂബ ഡൈവിംഗ് ടീമാണ് ഇതോടെ നിലവിൽ വന്നിരിക്കുന്നത്. അഗ്നിസുരക്ഷാ വകുപ്പിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി വനിതാ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരെ നിയമിച്ചത് കഴിഞ്ഞ വർഷമാണ്. ആ ഘട്ടത്തിൽ നിയമിതരായ 100 പേരിൽ നിന്നാണ് സാഹസികത ഇഷ്ടപ്പെടുന്ന തിരഞ്ഞെടുക്കപ്പെട്ട 17 ഓഫീസർമാർക്ക് സ്കൂബ ഡൈവിങ്ങിൽ പരിശീലനം നൽകിയത്. വിജയകരമായി പരിശീലനം പൂർത്തിയാക്കി ഇവരെല്ലാവരും ഇന്നു മുതൽ സ്കൂബ ഡൈവിംഗ് ടീമിൻ്റെ ഭാഗമായിരിക്കുന്നു. റോഡുകൾക്ക് പുറമെ ഏറ്റവും കൂടുതൽ ആളുകൾ അപകടത്തിൽപ്പെടുന്നത് ജലാശയങ്ങളിലാണ്. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുപ്രകാരം കേരളത്തിൽ 1000-ലധികം പേർ ഓരോ വർഷവും ജലാശയങ്ങളിൽ മരണപ്പെടുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ജലാശയ അപകടങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഫോർട്ട് കൊച്ചി കേന്ദ്രീകരിച്ച് ആരംഭിച്ച ജലസുരക്ഷാ വിദഗ്ധ പരിശീലന കേന്ദ്രത്തിലേക്ക് നാഷണൽ ഫയർ സർവീസസ് കോളേജിൽ നിന്നുപോലും പരിശീലനത്തിനായി ആളുകൾ എത്തുന്നുണ്ട്. സ്കൂബ ഡൈവിംഗിൽ പരിശീലനം പൂർത്തിയാക്കുന്ന അഗ്നിസുരക്ഷാ ജീവനക്കാർക്ക് ബാഡ്ജ് നൽകുന്നതിന് തുടക്കം കുറിച്ചതായും മുഖ്യമന്ത്രി പറഞ്ഞു. ഫോർട്ട് കൊച്ചിയിൽ പ്രവർത്തിക്കുന്ന ജലസുരക്ഷാ വിദഗ്ധ പരിശീലന കേന്ദ്രത്തിൽ നിന്നും ബേസിക് ഓപ്പൺ വാട്ടർ ഡൈവിംഗ്, അഡ്വാൻസ്ഡ് ഓപ്പൺ വാട്ടർ ഡൈവിംഗ് എന്നീ കോഴ്സുകൾ വിജയകരമായി പൂർത്തീകരിച്ച 17 വനിതാ സ്കൂബ ഡൈവർമാരാണ് ഗാനറ്റ്സിലുള്ളത്. സ്വിമ്മിംഗ് പൂളിലും ക്വാറിയിലും പുഴയിലും 21 ദിവസത്തെ ബേസിക് ഓപ്പൺ വാട്ടർ ഡൈവിംഗ് പരിശീലനവും 10 ദിവസത്തെ അഡ്വാൻസ്ഡ് ഓപ്പൺ വാട്ടർ ഡൈവിംഗ് പരിശീലനവും പൂർത്തിയാക്കിയ ഇവർ വെള്ളത്തിനടിയിൽ 30 മീറ്റർ വരെ ആഴത്തിൽ ഡൈവ് ചെയ്യാനും വിവിധതരം തെരച്ചിൽ രീതികളിലും രക്ഷാപ്രവർത്തനങ്ങളിലും പരിശീലനം നേടിയിട്ടുണ്ട്. കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ഡയറക്ടർ കെ പത്മകുമാർ, ടെക്നിക്കൽ ഡയറക്ടർ എം നൌഷാദ്, മറ്റുദ്യോഗസ്ഥർ തുടങ്ങിയവർ സ്കൂബ ടീം അംഗങ്ങളുടെ പ്രകടനത്തിന് ശേഷം നടന്ന ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. TCV ന്യൂസ്, തൃശൂർ.